SRS Metal Industries, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം, കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി. ഫോൺ 9847783798 9645 988 നിർമ്മാണ ക്ഷേമനിധി ബോർഡിന്റെ സാമ്പത്തിക പ്രതിസന്ധി അവസാനിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് BMS ജില്ലാ ജനറൽ സെക്രട്ടറി CK പ്രദീപ് ആവശ്യപ്പെട്ടു. BMS വടക്കാഞ്ചേരി മേഖലാ ഓഫീസിൽ വെച്ച് നടന്ന യൂണിയൻ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അരി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്, സഞ്ചി മാത്രമാണ് കേരള സർക്കാർ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നതോ ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ 29 രൂപയുടെ അരി കൊടുക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷെ അവിടെ 26 രൂപയ്ക്ക് നമുക്ക് ഇതേ അരി കിട്ടിയിരുന്നു. സപ്ലൈ വഴിക്ക് 3 രൂപ അത് നിർത്തലാക്കിക്കൊണ്ട് 3 രൂപ കൂട്ടിക്കൊണ്ടാണ് ഇപ്പൊ റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ സപ്ലൈയില് 26 രൂപയ്ക്ക് കിട്ടിയ അരി അത് നിർത്തലാക്കിക്കൊണ്ട് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സിസ്റ്റം വന്നിരിക്കുന്നു. അത് 3 രൂപ കൂട്ടിയിട്ടാണ്. അത് കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പൊ കിട്ടുന്നതിന് മുടക്കം വരുത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള പദ്ധതികളാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ച് തൊഴിലാളികൾ എന്ന തരത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ ഈ തരത്തിലുള്ള തൊഴിൽ മേഖലയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ അപജയങ്ങൾക്കെല്ലാം ശബ്ദമുയർത്തേണ്ടവർ നമ്മളാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ പദ്ധതി പറഞ്ഞ തരത്തിൽ സമരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് നേരത്തെ പറഞ്ഞ തൊഴിൽ നികുതി നമ്മൾ പറഞ്ഞിരുന്ന ഒരു ആവശ്യം പറഞ്ഞത് തൊഴിൽ വകുപ്പാണിത് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഉദ്യോഗസ്ഥന്മാർ കുറവാണ്. താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന തരത്തിലേക്ക് പദ്ധതികളില്ല. അതുകൊണ്ട് തന്നെ ഒരു വീട് പണിത് 10-12 വർഷം കഴിഞ്ഞ ശേഷമാണ് 1% തൊഴിൽ നികുതി നമുക്കൊക്കെ വന്നിട്ടുണ്ടാവില്ല. കാർഡ് വന്നിട്ടുണ്ടാവും തൊഴിൽ നികുതിയുടെ ഓഫീസിൽ നിന്ന്. 12 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ അവർ കാർഡ് അടയ്ക്കുക. അപ്പൊ നമ്മൾ പലിശ സഹകരണം അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലെറ്റർ കൊടുക്കും. അല്ലെങ്കിൽ ജപ്തി നടപടിക്കാൻ സ്വീകരിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ലെറ്റർ കൊടുക്കുന്നത്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന നിർമ്മാണ മേഖലയിൽ ഏകദേശം 25 ലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. നിർമ്മാണ ക്ഷേമ ബോർഡിൽ 8,40,000 പേർ നിലവിൽ സജീവ അംഗങ്ങളും 3,64,000 പേർ പെൻഷൻ വാങ്ങുന്നവരുമുള്ള ബോർഡ് കെട്ടിട ഉടമകളിൽ നിന്ന് യഥാസമയം സെസ് പിരിക്കാത്തത് മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. മാസങ്ങളായി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മറ്റു ബോർഡുകളിൽ നിന്ന് കടമെടുത്താണ് നിർമ്മാണ ബോർഡിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഏകദേശം 6,000 കോടി രൂപയിലധികം സെസ് ഇനത്തിൽ പിരിക്കുവാനുള്ള തുക പിരിച്ച് നിർമ്മാണ ക്ഷേമനിധി അംഗങ്ങൾക്ക് യഥാസമയം ആനുകൂല്യങ്ങളും മറ്റും നൽകുവാൻ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തൃശൂർ ജില്ലാ ആർട്ടിസാൻ ആൻഡ് സ്കിൽഡ് മസ്ദൂർ സംഘം BMS ജില്ലാ ജനറൽ സെക്രട്ടറി CK പ്രദീപ് ആവശ്യപ്പെട്ടു. ഞായറാഴ്ച രാവിലെ BMS വടക്കാഞ്ചേരി മേഖലാ ഓഫീസിൽ വെച്ച് നടന്ന യൂണിയൻ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ മേഖലാ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BMS തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം മുഖ്യപ്രഭാഷണം നടത്തി. BMS വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് KM റെജി, ട്രഷറർ PV വിനോദ്, M ജയപ്രകാശ്, CK രാജൻ, VC ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി PK രാധാകൃഷ്ണൻ, സെക്രട്ടറിയായി KM റെജി, ട്രഷറർ രവി PR, വൈസ് പ്രസിഡന്റുമാരായി രാജൻ CK, അംബിക MA, ജോയിന്റ് സെക്രട്ടറിമാരായി VC ജോസ്, വിനീത സുരേന്ദ്രൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. VCV ന്യൂസ് വടക്കാഞ്ചേരി.